ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അതായത് പുതിയ വ്ളോഗല്ല, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡെയറി മിൽക്ക് കൊണ്ടൊരു ഡ്രോയിങ്. ലെറ്റ് മീ ട്രൈ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ബാക്കിയാണ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മളെടുക്കണ ഡെയറി മിൽക്ക്. 19 രൂപയാണ്. ഇപ്പോൾ ഇതിലാണ് നമ്മുടെ പരീക്ഷണം, ഫസ്റ്റത്തെ പരീക്ഷണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ പരീക്ഷണങ്ങൾ കാണാൻ പറ്റും ഗൈസ്. ഉണ്ടോ? അപ്പോൾ ഇത് കവറൊക്കെ പൊട്ടിച്ച് ഇതാണ് ഞങ്ങൾ അടുക്കള. അപ്പോൾ ഇത് കവറൊക്കെ പിടിച്ച് മെൽറ്റാക്കണമല്ലോ, മെൽറ്റാക്കാണ്ട് ഇത് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൽ വേണ്ടി കുറേ മറ്റേ വൈറ്റ് ബോൾസാണ്, ക്രാക്കേഴ്സ് ആയിരിക്കും. അതെ, ക്രാക്കേഴ്സ്. അപ്പോൾ ഇതിൽ 8 പീസ് ഉണ്ടാവും. പക്ഷേ 8 പീസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഗൈസ്. ഇതാണ് ഇതിൽ ബലമായ വിശ്വാസം. അപ്പം നമ്മൾ ഇത്ര ഒന്നും എടുക്കണില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത്ര നമ്മൾ എടുക്കണില്ല തന്നെ. ഓക്കെ, ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, 6 പീസുണ്ട്. 26. അപ്പോൾ ഒരിക്കലും പിന്നീട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒരു 6 പീസില്ലേ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. കുറച്ച് വെച്ചിട്ടുള്ളൂ, കാരണം ഓവറായി കഴിഞ്ഞാലും സുഖമായിരിക്കും. എനിക്കറിയില്ല. ഇനി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നേരെ അടുപ്പ് കത്തിക്കാൻ പോവാണ്. അടുപ്പ് കത്തിക്കാൻ ഫസ്റ്റ് ഒന്നും കത്തിയില്ല ഗീസ്. ഇനി അടുപ്പ് കത്തിച്ച് ഡയറി മിൽക്ക് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഗീസ് പാലിൻ്റെ ഈ പാത്രം കരിഞ്ഞു വന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടിൽ ഇത് ഇളക്കിയെടുക്കാം, കുറച്ച് സെറ്റാക്കി എടുക്കാം. ഗീസ് ഞങ്ങൾക്ക് വരക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനമായ സഞ്ജു സാംസൺ വി എന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നല്ല, സഞ്ജു സാംസണിനെയാണ് ഈ കാണുന്ന ഡെയറി മിൽക്ക് കൊണ്ടുവരും. ഇതിൽ കുറേ മറ്റേ ക്രാക്കറെ കൊണ്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്ത് സംഭവം? പിന്നെ ആ വെള്ള ബോളില്ലേ, വെള്ള ബോൾ അങ്ങനെ പറഞ്ഞാൽ മതി, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വരക്കാനായിട്ട് അതെ. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആർട്ട് ടേബിൾ, എൻ്റെ ആർട്ട് മൂല. എനിക്ക് ഇതാണ് ഇത്രയും വലിയ ഈ സംഭവം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വിലയുള്ള പേപ്പർ കളയുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രഷ്, ഞാൻ പൊതുവേ വാട്ടർ കളർ പെയിൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പെൻസിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ ഇതെൻ്റെ പുസ്തകമാണ്, ഞാൻ എഴുതിയ പുസ്തകം ലവ് ഇല്ല കേട്ടോ. ലവില്ല. അപ്പോൾ നമുക്ക് മരക്കാണ വഴിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രിഡ് മെത്തേഡിലായിട്ട് വരക്കാം എൻ്റെ ഇതിൽ. ഇപ്പോൾ ഗ്രിഡ് മെത്തേഡ് ആണെങ്കിൽ പൊതുവേ എന്ത് വരക്കാനും ഉപയോഗിക്കുന്നത്. പക്ഷേ വേറൊരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും ഒരു മെത്തേഡായിരിക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നാളത്തെ വീഡിയോയിൽ പരീക്ഷ നോക്കാം. ഇതിൻ്റെ സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് ഞാൻ ഗ്രിഡ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇത് വരച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഓക്കെ, മെയിൻ പാർട്ട് ഇനിയാണ്. ഇനി നമ്മുടെ കലാപരി തുടങ്ങിയാണ്. ഡെയറി മിൽക്ക് ഉണ്ട്. ഓക്കെ ഗെയ്സ്, ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ചോക്ലേറ്റ് ട്രൈ. ജസ്റ്റ് ട്രൈ. ഇതുവരെ ആരും ചെയ്യാത്തൊരിത് ഇത് സഞ്ജു ഉണ്ടെന്ന്. നിങ്ങൾക്ക് എന്നെ വരക്കാൻ, പക്ഷേ എനിക്ക് എന്നെ മാത്രമേ വരക്കിട്ടുള്ളൂ വെച്ചിട്ടുണ്ടാവും. അത്രയ്ക്കും ഇതായിരിക്കണം ഞാൻ വരച്ചേക്കണം ഗെയ്സ്. അപ്പോൾ ഇത് അധികം ധരിപ്പിക്കാണ്ട് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വരച്ചതിനിപ്പോൾ ഇതാണ് കേട്ടോ ഔട്ട്ലുക്ക്. അപ്പോൾ അടുത്തൊരു വ്ളോഗിലേക്ക് ബൈ.